1910 നമ്മുടെ ടി.എച്ച്. മോർഗൻ ഒരുപാട് മോണോഹൈബ്രിഡ് ആൻഡ് ഡൈഹൈബ്രിഡ് ക്രോസുകൾ ചെയ്തു നമ്മൾ പറഞ്ഞു. സോ 1910 മോണോഹൈബ്രിഡ് ആൻഡ് ഡൈഹൈബ്രിഡ് ക്രോസസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകൾ ഡ്രോസോഫില്ലയിൽ ചെയ്തു. ജനറ്റിക്സിൻ്റെ ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു. ആ ചെയ്ത ക്രോസുകളെല്ലാം സിമിലർ ടു ഡൈഹൈബ്രിഡ് ക്രോസസ് ബൈ മെൻഡൽ ഇൻ പീ പ്ലാന്റ്. മെൻഡൽ പീ പ്ലാന്റിൽ ചെയ്ത ഡൈഹൈബ്രിഡ് ക്രോസുകൾ പോലെ തന്നെയായിരുന്നു. പക്ഷേ ടി.എച്ച്. മോർഗൻ്റെ എക്സ്പെരിമെൻറ്റിൽ ആ മെൻഡലിന് കിട്ടിയ ആ F2 ജനറേഷനിൽ കിട്ടിയ ആ റേഷ്യോ ഒന്നും കിട്ടിയില്ല. സോ എന്താണ് ടി.എച്ച്. മോർഗൻ ചെയ്ത എക്സ്പെരിമെൻറ്റ് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു ലിങ്കേജ് എന്ന് പറഞ്ഞ ടേം ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ക്രോമസോമിൽ ഉള്ള ജീനുകളുടെ അസോസിയേഷൻഷിപ്പിനെയാണ് നമ്മുടെ ലിങ്കേജ് എന്ന ടേം ഡിസ്ക്രൈബ്. സോ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ആ അസോസിയേഷൻ, ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. ഒരു ക്രോമസോമിലുള്ള ജീനുകളുടെ ഫിസിക്കൽ അസോസിയേഷൻഷിപ്പ് എത്രത്തോളം അടുത്തടുത്താണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറഞ്ഞ ടേം ടി.എച്ച്. മോർഗൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ടേം എന്തിനായിരുന്നു, ഈ പറഞ്ഞ ക്രോമസോമുകളിലുള്ള ജീനുകളുടെ നോൺ പാരൻ്റൽ കോമ്പിനേഷൻ. സോ നോൺ പാരൻ്റൽ ആയിട്ടുള്ള ക്രോസിങ് ഓവർ കഴിഞ്ഞ് പാരൻ്റൽ അല്ലാത്ത കോമ്പിനേഷൻ കിട്ടുമ്പോഴാണ് അതിന് നമ്മൾ റീകോമ്പിനേഷൻ. സോ നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ടേമും, ഒരു ക്രോമസോമിലെ ജീനുകളുടെ ഫിസിക്കൽ അസോസിയേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ലിങ്കേജ് എന്ന ടേമും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ മോർഗൻ നോക്കിയപ്പോൾ കണ്ടു ചില ക്രോമസോമുകളിൽ ജീനുകൾ ഭയങ്കര കുറേ ജീനുകൾ, ഒരു ക്രോമസോമിൽ ഒരുപാട് ജീനുകളുണ്ട് നമ്മൾ പറഞ്ഞു. സോ ഒരു ക്രോമസോമിലുള്ള ഓരോ ജീനുകളും പല പല ട്രെയ്റ്റ് അല്ലെങ്കിൽ പല പല ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സോ ഈ ക്രോമസോമിൽ കാണുന്ന സെയിം ക്രോമസോമിൽ കാണുന്ന ചില ജീനുകൾ വളരെ ടൈറ്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു, അതിനെ നമ്മൾ കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് വിളിച്ചു. അതുപോലെ ഇതേ ക്രോമസോമിലുള്ള ചില ജീനുകൾ ലൂസായിട്ടാണ് ലിങ്ക് ചെയ്തേക്കണേ, അവരെ നമ്മൾ ഇൻകംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞു. സോ ടൈറ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ജീനുകൾ, ക്രോമസോമിൽ കാണപ്പെടുന്ന ടൈറ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ജീനുകളിൽ അവർക്ക് എന്തായിരിക്കും, അവരുടെ ആ ഒരു ക്രോസ് കഴിയുമ്പോൾ എന്താണ്, അവർക്ക് കൂടുതലും പാരൻ്റൽ കോമ്പിനേഷനാണ് ഉണ്ടാവുക. ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് അതുപോലെ തന്നെ ഓഫ്സ്പ്രിങ്സിൽ വരുന്നു, അവിടെ കോമ്പിനേഷനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിങ്കേജ് ആണെങ്കിൽ ആ ക്രോമസോമിലുള്ള ജീനുകൾ എന്തായിരിക്കും, റീകോമ്പിനേഷൻ റേറ്റ് വളരെ കുറവായിരിക്കും, ലോ റീകോമ്പിനേഷൻ റേറ്റും പാരൻ്റൽ കോമ്പിനേഷൻ കൂടുതലുമായിരിക്കും. അതേസമയം ജീനുകൾ ക്രോമസോമിൽ ലൂസ്ലി ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അവരിൽ മോർ ചാൻസസ് ഓഫ് ലൂസ് ലിങ്കഡ് എന്ന് പറഞ്ഞാൽ അവർ ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആണ്, അവർ തമ്മിൽ ക്രോസിങ് ഓവറുള്ള സാധ്യതയുണ്ട്. സോ ഹൈ റീകോമ്പിനേഷൻ എപ്പോഴും ഉണ്ടാവുക ലൂസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള സെയിം ക്രോമസോമിലുള്ള ജീനുകൾ തമ്മിലാണ്. സോ ഹൈ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ പാരൻ്റൽ അല്ലാത്ത നോൺ പാരൻ്റൽ റീകോമ്പിനേഷൻ കിട്ടുന്നത് ഹൈ റീകോമ്പിനേഷൻ നടന്നാലാണ്. അങ്ങനെ വരണമെങ്കിൽ എന്താണ് സാധ്യത, ജീനുകൾ ലൂസ്ലി ആയിരിക്കും ഒരു ക്രോമസോമിൽ അസോസിയേറ്റ് ചെയ്തത്, ലിങ്കേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ടി.എച്ച്. മോർഗൻ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. ടി.എച്ച്. മോർഗൻ ചെയ്ത എക്സ്പെരിമെൻറ്റ് ഡ്രോസോഫില്ലയിൽ ആണ്. ഡ്രോസോഫില്ലയിൽ 2 ക്രോസുകളാണ് ചെയ്തത്. അപ്പോൾ 2 ക്രോസുകളിൽ ഫസ്റ്റ് ക്രോസാണ് ഇവിടെ നമ്മൾ ബോഡിയിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്രോസ് പാരൻ്റിൽ യെല്ലോ ബോഡിയുടെ കളറാണ്, ബോഡിയുടെ കളർ യെല്ലോ ബോഡി ആൻഡ് വൈറ്റ് ഐഡ്. സോ 2 ഫീച്ചറാണ് എടുത്തത്, ഒന്ന് ബോഡിയുടെ കളറ്, ഒന്ന് ഐൻ്റെ കളറ്. സോ യെല്ലോ ബോഡിയുടെ ആൻഡ് വൈറ്റ് ഐഡ്. സോ യെല്ലോ ബോഡിയുടെ വൈ, സ്മോൾ വൈ ആൻഡ് വൈറ്റ് ഐഡ് സ്മോൾ ലെറ്റർ W ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ അതൊരു മ്യൂട്ടൻ ഫോമാണ്. സോ നമ്മുടെ മെൻഡൽ ആദ്യം ചെയ്തപ്പോൾ കിട്ടിയതിൽ നിന്ന് മ്യൂട്ടൻ വെറൈറ്റീനെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ശരിക്കുള്ള ഡ്രോസോഫില്ലയുടെ കളർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഡ് ഐ ആണ് നോർമൽ ഡ്രോസോഫില്ലയുടെ കളറ്. അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഫസ്റ്റ് മ്യൂട്ടൻ വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് ഐഡ് ആയിട്ട് കിട്ടിയത്. സോ അത് തന്നെയാണ് ക്രോസ് ചെയ്തിട്ട് ടി.എച്ച്. മോർഗൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയത്. സോ അയാൾ ചെയ്തത് യെല്ലോ ബോഡീഡ് ആയിട്ടുള്ള വൈറ്റ് ഐഡ് ആയിട്ടുള്ള 2 ഫീച്ചർ, ഡൈഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടർ അല്ലെങ്കിൽ 2 ജീൻസിന് ട്രേറ്റ് അല്ലെങ്കിൽ 2 ജീൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് മ്യൂട്ടേഷൻ വന്ന ഫോമാണ് ഈ വൈറ്റ് ഐഡ് എന്നുള്ളത്. സോ അത് റെസസീവ് കണ്ടീഷനിലാണ്. റെസസീവ് കണ്ടീഷനിൽ വന്നത് മ്യൂട്ടൻ ഫോമിലുള്ള ഫീമെയിലിനെ YW സ്മോൾ വൈ സ്മോൾ W, അതിനെ ബ്രൗൺ ബോഡീഡ് ആയിട്ടുള്ള റെഡ് ആയിട്ടുള്ള നോർമൽ ഐ കളറുള്ള റെഡ് ഐ ആയിട്ടുള്ള മെയിലുമായിട്ട്. അപ്പോൾ ഇത് വൈൽഡ് ടൈപ്പാണ്, പുറത്തുനിന്ന് എടുത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ടി.എച്ച്. മോർഗൻ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ വെറൈറ്റി ആയിരുന്നു മ്യൂട്ടൻ. ഇതിനെ ഔട്ട്സൈഡ് എടുത്തതാണ് വൈൽഡ് ടൈപ്പ്.
ഇതിന് രണ്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. സോ യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് ആയിട്ടുള്ള മ്യൂട്ടൻ്റ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ വന്നിട്ടുള്ള ഫീമെയിലിന്, ബിക്കോസ് വൈറ്റ് ഐഡ് മ്യൂട്ടൻ്റ് ആണ്. അതുപോലെ ബ്രൗൺ ബോഡീഡ് ആയിട്ടുള്ള റെഡ് ഐ ഉള്ള ഡ്രോസോഫില, ഈ റെഡ് ഐ എന്നുള്ളത് നോർമൽ ടൈപ്പാണ്, അത് വൈൽഡ് ടൈപ്പ് ഔട്ട് സൈഡ് കാണുന്നത്. അതിന് രണ്ടിനെയും ക്രോസ് ചെയ്തു. ആ ക്രോസ് ആണ് കാണിച്ചത് YW, യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് റെസിസീവ് കണ്ടീഷൻ. അതുപോലെ ബ്രൗൺ ബോഡീഡ് റെഡ് ഐ, ബ്രൗൺ ബോഡീഡ് റെഡ് ഐ. ഈ പ്ലസ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഡോമിനൻ്റ് ട്രേറ്റ് ആണ്. സോ ഇത് ഡോമിനൻ്റ് ട്രേറ്റുകളാണ്. ഇത് മെയിൽ, ഇത് ഫീമെയിൽ. അതിനെ രണ്ടിനെയും ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയത് എന്തായിരുന്നു നോക്കിയേ, ബ്രൗൺ ബോഡി ആൻഡ് റെഡ് ഐ. നേരെ തിരിഞ്ഞു. സോ ഇവിടെ വന്നത് ഫീമെയിൽ, നേരത്തെ ഫീമെയിൽ എന്തായിരുന്നു, യെല്ലോ ബോഡി ആൻഡ് വൈറ്റ് ഐഡ് ആയിരുന്നു. എന്നാൽ ആ ക്രോസിങ് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ബ്രൗൺ ബോഡി, ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ആൻഡ് റെഡ് ഐ. സോ ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ വൈൽഡ് ടൈപ്പ് ഫീമെയിൽസായി മാറി. സോ F1 ജനറേഷനിൽ ഈ പാരൻ്റൽ ക്രോസ് കഴിഞ്ഞപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയത് ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐ ആയിട്ടുള്ള ഫീമെയിലിനെയാണ് കിട്ടിയത്. അതെന്തായിരുന്നു, പാരൻ്റൽ മെയിലായിരുന്നു. സോ ഫീമെയിൽ കിട്ടി, ബ്രൗൺ ബോഡി റെഡ് ഐ ഉള്ള വൈൽഡ് ടൈപ്പായുള്ള ഫീമെയിലിനെ കിട്ടി. അതേസമയം മെയിൽ എന്തായിരുന്നു, നേരെ തിരിച്ച് യെല്ലോ ബോഡി ആൻഡ് വൈറ്റ് ഐഡ് മ്യൂട്ടൻ്റ് മെയിൽ. സോ ഇവർ രണ്ടുപേരെയും ആ സെക്സ് ആണ് മാറിയത്. അങ്ങനെയാണ് ഇത് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിലേക്ക് വരാമെന്ന് പറഞ്ഞത്. സോ ഇവിടെ ഈ ജീന് ഇൻഹെറിറ്റ് ചെയ്ത് എക്സ് ലിങ്ക്ഡ് ആയിട്ട്, എക്സ് ക്രോമസോമിലുള്ള ജീനാണ് ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുന്നത്. സോ നേരെ തിരിച്ച് സെക്സ് ഓൾട്ടർനേറ്റീവായിട്ട്, നേരത്തെ എന്തായിരുന്നു വൈൽഡ് ടൈപ്പ് മെയിലായിരുന്നത്, അത് വൈൽഡ് ടൈപ്പ് ഫീമെയിലായി മാറി. അതുപോലെ പാരൻ്റൽ മ്യൂട്ടൻ്റ് ടൈപ്പ് ഫീമെയിൽ എന്തായിരുന്നു, അത് മ്യൂട്ടൻ്റ് മെയിലായിട്ട് മാറി. സോ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് എന്നുള്ളത് മ്യൂട്ടൻ്റ് മെയിലും ബ്രൗൺ ബോഡീഡ് റെഡ് ഐ എന്നുള്ളത് വൈൽഡ് ടൈപ്പ് ഫീമെയിലും. അതാണ് F1 ജനറേഷനിൽ കിട്ടിയത്. ആ F1 ജനറേഷനിൽ കിട്ടിയ ഈ പറഞ്ഞ ഓസ്പ്രിങ്സുകളെ അല്ലെങ്കിൽ പ്രോജനീനെ വീണ്ടും ഇൻ്റർക്രോസ് ചെയ്തു. അവർ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. F2 ജനറേഷൻ, ഇവരെ ഈ പറഞ്ഞ F1 ജനറേഷനിലുള്ള പ്രോജനിയിലെ ഓഫ്സ്പ്രിങ്സുകളെ ഇൻ്റർക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ F2 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. F2ൽ എന്താണ് കിട്ടിയെന്ന് നോക്കിയേ, നമ്മൾ പാരൻ്റിൽ ഉണ്ടായിരുന്ന പോലെ യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ്, അതുപോലെ പാരൻ്റിൽ കാണുന്ന പോലെ ബ്രൗൺ ഐ ബോഡീഡ് ആൻഡ് റെഡ് ഐ. അതേ പാരൻ്റിലുള്ള അതേ കോമ്പിനേഷൻ തന്നെയാണ് കിട്ടിയത്. സോ മ്യൂട്ടൻ്റ് ടൈപ്പും അതുപോലെ വൈൽഡ് ടൈപ്പും കിട്ടി. അത് പാരൻ്റൽ ജനറേഷനാണ് കിട്ടിയത്, പാരൻ്റൽ കോമ്പിനേഷൻ. സോ 98% 7 എന്തായിരുന്നു, ഈ പറഞ്ഞ പാരൻ്റൽ കോമ്പിനേഷനാണ്. നമുക്കിവിടെ കിട്ടിയ പോലെ പാരൻ്റിലുള്ള പോലെ. സോ F1 ഓഫ്സ്പ്രിങ്സിനെ തമ്മിൽ, പ്രോജനീനെ തമ്മിൽ ഇൻ്റർക്രോസ് ചെയ്തപ്പോൾ F2ൽ കിട്ടിയത് പാരൻ്റൽ കോമ്പിനേഷൻ 98.7 ആണ്. അതായത് നമ്മുടെ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡും ബ്രൗൺ ബോഡീഡ് റെഡ് ഐയുമാണ് കിട്ടിയത്. അതായത് മ്യൂട്ടൻ്റ് ഫോമും വൈൽഡ് ടൈപ്പും കിട്ടി. അത് എത്ര പെർസെൻറ്റേജാണ് കിട്ടിയത്, 98.7% പാരൻ്റൽ ഫീനോടൈപ്പാണ് കിട്ടിയത്. അതേസമയം ഇതിൻ്റെ കോമ്പിനേഷനും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കിയാൽ, യെല്ലോ ബോഡീഡ്, ഈ പറഞ്ഞ ബോഡിയുടെ കളർ യെല്ലോ ബോഡീഡ് കിട്ടി, ബട്ട് കളറ് റെഡ് ഐ കിട്ടി. സോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, യെല്ലോ ബോഡീഡ് റെഡ് ഐ, അതുപോലെ ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐ, ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് കിട്ടിയത്. യെല്ലോ ബോഡീഡ് റെഡ് ഐ, ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐ, യെല്ലോ ബോഡീഡ് റെഡ് ഐ, ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐ. ഈ പറഞ്ഞത് കോമ്പിനേഷൻസ് ആണ് കിട്ടിയത്. ഈ പാരൻ്റിൽ നിന്നുള്ള ആ കോമ്പിനേഷൻസ് അത് ജസ്റ്റ് 1.3% റീകോമ്പിനൻ്റ് ഫീനോടൈപ്പ് കിട്ടിയുള്ളൂ. മെജോറിറ്റി കിട്ടിയത് എന്തായിരുന്നു, F1 ഓഫ്സ്പ്രിങ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F2ൽ കിട്ടിയത് മേജറായിട്ട് 98% 7ഉം എന്തായിരുന്നു 98.7% കിട്ടിയത് പാരൻ്റൽ കോമ്പിനേഷനും, ജസ്റ്റ് 1.3% മാത്രം റീകോമ്പിനൻ്റ് ഫീനോടൈപ്പാണ് കിട്ടിയത്. സോ ഈ ക്രോസിൽ നിന്ന് മനസ്സിലായി YNW, നമ്മുടെ യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐ എന്ന് പറഞ്ഞ Y ജീൻസും യെല്ലോ ബോഡീഡ് ആ ജീനും അതുപോലെ വൈറ്റ് ഐഡ് ആയിട്ടുള്ള ആ ഐ കളറിൻ്റെ ജീനും തമ്മിൽ ലിങ്കേജ് ഹയർ ആണ്. ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പിൻ്റെയും യെല്ലോ ബോഡി കളറും അതുപോലെ കണ്ണിൻ്റെ കളറായ വൈറ്റ് ഐയും ഈ രണ്ട് ജീനുകളും തമ്മിൽ ക്ലോസ്ലി അടുത്തടുത്തായിരുന്നു. അതായത് ഹയർ ലിങ്കേജ് ഇവർ തമ്മിലുണ്ട്. സോ മോർ ലിങ്കേജ് ഉണ്ടെങ്കിൽ എന്താണ് അർത്ഥം, മോർ ലിങ്കേജ് ഉണ്ടെങ്കിൽ ലെസ് റീകോമ്പിനേഷൻ. കൂടുതൽ ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ അവർ തമ്മിൽ റീകോമ്പിനേഷനുള്ള സാധ്യത കുറയുന്നു.
അപ്പോൾ റീകോമ്പിനേഷനിലെ സാധ്യത കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മോർ പാരൻ്റൽ ഫീനോടൈപ്പ് കിട്ടുന്നു. സോ ഹയർ ലിങ്കേജ് ആണെങ്കിൽ ലെസ് റീകോമ്പിനേഷൻ, സോ മോർ പാരൻ്റൽ ഫീനോടൈപ്പ്. ഇതാണ് ക്രോസ് 1 കാണുന്നത്. ക്രോസ് 1 കണ്ടത് കൂടുതലും പാരൻ്റൽ ഫീനോടൈപ്പാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം അവിടെയുള്ള ജീനുകൾ, ഏത് ജീനുകൾ? യെല്ലോ ബോഡിയുടെ ജീനും അതുപോലെ വൈറ്റ് ഐയുടെ ജീനുകളും തമ്മിൽ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരുന്നു. അത്രയും അസോസിയേറ്റഡ് ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ ലിങ്കേജ് വളരെ ഡീപ്പായിരുന്നു. ആ ലിങ്കേജ് ഡീപ്പായതുകൊണ്ട് അവിടെ റീകോമ്പിനേഷൻ്റെ സാധ്യത വളരെ കുറവായിരുന്നു. ജസ്റ്റ് 1.3% റീകോമ്പിനേഷൻ നടന്നുള്ളൂ. കൂടുതൽ കിട്ടിയത് എന്താണ്? പാരൻ്റൽ ഫീനോടൈപ്പാണ്.